ഇന്ന് സൺ സിറ്റി സ്റ്റേഡിയം ഹൗസ്ഫുൾ ആയിരിക്കുകയാണ്. ജനങ്ങൾ ഇന്ന് അവരുടെ ഹീറോ രുദ്രയെ കാണാൻ വന്നിരിക്കുകയാണ്. ഞാനിതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇവർക്ക് മെജീഷ്യൻ മീറ്റിലേക്ക് സ്വാഗതം. ആദ്യം കാൾ സിറ്റിയുടെ ജെന്നി ജോഡി അവരുടെ വ്യത്യസ്തമായ മാജിക് പ്രദർശിപ്പിക്കും. ഇവൻ തറയിൽ നിന്ന് എന്തിനാ കല്ല് പുറത്തെടുക്കുന്നത്? സ്പീഡി സ്പീഡി സ്നേക്കി ചൂ. എന്റെ കാല് പോയേ. രുദ്ര, ഇത് കണ്ടോ? ജെന്നി ജോഡി എന്താ ചെയ്തെന്ന് കണ്ടോ? ചേട്ടാ, ഇത് പോലാത്ത പ്രശ്നമായല്ലോ. നിങ്ങള് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നെ പഴയതുപോലെ മാറ്റ്. രുദ്ര, രക്ഷിക്ക. നിങ്ങളുടെ സമയം കഴിഞ്ഞു ജെന്നി ജോഡി. രുദ്ര, ഇത് നിന്റെ സമയമാണ്. ഇവനാ കല്ലിട്ട് വെറുതെ കറക്കിക്കൊണ്ടിരിക്കുവോ അതോ വേറെന്തെങ്കിലും ചെയ്യോ? ഇവനാ പാറയെ പമ്പരമാക്കി മാറ്റിയിരിക്കാണല്ലോ. ജയ് സിംഗ്, ജയ് സിംഗ്. നീ എന്തായി പറയുന്നത്? എന്തു പറ്റി ജയ്സിംഗ്? എന്താ പെട്ടെന്ന് നിനക്കൊരു ടെൻഷൻ? സർ മെജസ്റ്റിക്കോ, ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. മജീഷ്യൻ ഫുൾസോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബ്ലൂ ലീവ്സ് ആണ് അവൻ ആഹാരമായിട്ട് കഴിക്കുന്നത്. മജീഷ്യൻ ഫ്രോസോയോ? അവൻ ടോട്ടൽ വേൾഡിനെയും ഫ്രീസ് ചെയ്ത് ഈ ഭൂമി ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ അവന്റെ കണ്ണിൽ മാജിക്കൽ ബാൻഡ് കെട്ടിയിട്ടുണ്ട്. അവന്റെ കണ്ണുകൾ തുറക്കാത്തതുവരെ അവന് മാജിക്കൽ പവേഴ്സ് വെച്ച് ഒന്നും ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. ബ്ലൂ ലീവ്സ് കഴിച്ചത് കൊണ്ട് ഒന്നും നടക്കില്ല. സർ മെജസ്റ്റിക്കോ, ബ്ലൂ ലീവ്സ് കാരണം നിങ്ങളുടെ പവർ കുറയാൻ സാധ്യതയുണ്ട്. ഇന്ന് കറുത്ത വാവ് ദിവസമാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് അവൻ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. എനിക്കുടൻ തന്നെ പോകണം. അവന് തടഞ്ഞു നിർത്തണം. അങ്ങനെയാവട്ടെ. മുത്തശ്ശൻ എന്താ പെട്ടെന്ന് ടെൻഷനായിട്ട് പോകുന്നത്? ഈ ദിവസത്തിനു വേണ്ടി ഞാൻ ഒരുപാട് കാലം കാത്തിരുന്നു. മെജസ്റ്റിക്കിനെ തളയ്ക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ്. എന്നീ മാജിക്കൽ ബ്ലൈൻഡ്സ് ഊരിപ്പോകും. ഞാൻ എന്റെ പ്രതികാരം തുടങ്ങും. നിങ്ങൾ പറഞ്ഞ ശരിയാണ് സാർ. ഇപ്പൊ മെജസ്റ്റിക് കോക്ക് ഒരു കാര്യം മനസ്സിലാകും. അവൻ കളിച്ചത് തെറ്റായ ആളോടാണെന്ന്.
അതിവേഗത്തിൽ പറന്നു ചെല്ല്. ഇന്ന് ഞാൻ എല്ലാവരെയും വകവരുത്തുകയാണ്. വേണ്ട 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 വേണ്ട, അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. എനിക്ക് അവനെ തടഞ്ഞു നിർത്തണം. സിബായിസ്ക ബ്ലൈൻഡ് ഫോൾഡ് ഊരി പോകാതിരിക്കട്ടെ. ചേടാ, ഇത് സംഗതി കൊള്ളാലോ. ജയ്സിംഗ് ചൗഹാൻ, എന്റെ സന്തോഷം കാണാൻ വന്നതാണോ അതോ നിന്റെ അന്ത്യം കാണാൻ വേണ്ടി വന്നതാണോ? സിബായിസ്ക സക്കും ബൈസു. മുത്തശ്ശ, നീ ആരായാലും ശരി, എന്റെ മുത്തശ്ശനെ ഇപ്പൊ തന്നെ വിട്ടേക്ക്, അല്ലെങ്കിൽ നീ വിവരം അറിയും. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല, പക്ഷേ നീ എന്നെ ചാലഞ്ച് ചെയ്യുകയാണോ? ഫോസുമായിട്ട് ഏറ്റുമുട്ടാൻ നിനക്ക് പ്രായമായിട്ടില്ല, ജയ്സിംഗിന്റെ ഗ്രാൻഡ് സൺ. റോസോ, രുദ്രയുടെ പ്രായത്തെയും എന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. രുദ്ര, ഇപ്പൊ ഫൈറ്റല്ല പ്രധാനം, മുത്തശ്ശനെ എങ്ങനെയും രക്ഷിക്കണം. രക്ഷപ്പെട്ട് എങ്ങോട്ട് പോവാനാ? ഇതിന് എന്റെ സാമ്രാജ്യമാണ്. രുദ്ര, നീ വന്നുവല്ലേ? ഞാൻ ഫ്രോസയെ കുറിച്ച് കേട്ടോ. നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഈ പുസ്തകം നേരത്തെ എടുത്തു വെച്ചതായിരുന്നു. ആരോ എന്റെ ബുക്ക് മജിഷ്യൻ ലൈബ്രറിയിൽ നിന്ന് ഓപ്പൺ ചെയ്തെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് രുദ്ര തന്നെയായിരിക്കും. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയ കൊള്ളാമായിരുന്നു. എന്തായാലും നോക്കാം. രുദ്ര, വേഗമാകട്ടെ, അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അല്ല ഗസോ, എനിക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അത് കിട്ടിക്കഴിഞ്ഞു. ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. അതുവരെ നിങ്ങൾ മുത്തശ്ശനെ നല്ലോണം നോക്കിക്കോണം. നമുക്ക് പറ്റിയ സ്ഥലം ഇത് തന്നെയാണ്. ട്വിസ്റ്റോപ്പോ. രുദ്ര, എങ്ങനെയെങ്കിലും ഞങ്ങളെ
Ibaiska, Zibaiska, Ice Sword Creative! ചേടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. എല്ലാം എന്റെ പുറകെ എത്ര വരുത്താ. എല്ലാവരും ഒന്നിച്ചു വരൂ. Ibaiska, Zibaiska, Magical Ball Creative! ചേടാ ഇത് വലിയ പ്രശ്നമായല്ലോ. രുദ്ര, ജയ്സിംഗിനും സർ മെജസ്റ്റിക്കോനും എന്നെ ഒരുപാട് ദിവസത്തേക്ക് തടയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോ നീ എങ്ങനെയാണ് എന്നെ തടയുക? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേറെ ചില അറേഞ്ച്മെന്റ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് കരുതി എന്നെ അത്രയും പെട്ടെന്ന് തോൽപ്പിക്കാമെന്ന് കരുതിയോ? ആ മഞ്ഞ ബെൽറ്റിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കാണിക്കേ, എന്നിട്ട് എന്നോട് വന്ന് ചാലഞ്ച് ചെയ്യ്. ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. അല്പസമയത്തിൽ നമുക്ക് എല്ലാവർക്കും ശ്വാസം മുട്ടുന്ന തോന്നുന്നേ. റെഗിലോ, പ്രശ്നം വരുമ്പോൾ നമ്മൾ മൈൻഡ് എപ്പോഴും കൂളാക്കി വെച്ചിരിക്കണം. നമ്മൾ ഓൾറെഡി ഐസ് ബെൽറ്റിന്റെ അകത്താണ് ഉള്ളത്. പിന്നെ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നത്? നമ്മുടെ കൂട്ടുകാർ പിന്നെ എന്തിനാ ഉള്ളത്? രുദ്ര, നമ്മുടെ കൂട്ടുകാർ എങ്ങനെ ഇവിടെ എത്തും? വരുമല്ല, അവർ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സിംസും. ഫ്രണ്ട്സ്, വേഗം പുറത്തേക്ക് വരൂ. സിംസും, ട്രീ റൂട്ട്സിനോട് പറഞ്ഞു ഞങ്ങൾ പുറത്തെടുക്കാൻ പറയൂ. ഇപ്പൊ തന്നെ ചെയ്യ് രുദ്ര. ട്രീ റൂട്ട്സ്, ഇവരെ ഐസ് ബെൽറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്ക്. ജയ്സിംഗിനോട് ഞാൻ പകരം വീട്ടിക്കഴിഞ്ഞു. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറ്റുള്ള മെജീഷ്യൻസിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അവരെ എന്റെ കസ്റ്റഡിയിലേക്ക് ആക്കണം. ഒരു പ്രാവശ്യം എല്ലാരും ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തു പറഞ്ഞാൽ അവരനുസരിക്കണം. പിന്നെ നീ ഒരു ലെറ്റർ എഴുത്. ഞാനിപ്പോ എന്താ എഴുതേണ്ടത് ബോസ്? എന്റെ പ്രിയപ്പെട്ട മെജീഷ്യൻ സഹോദരന്മാരെ, ഞാനാണ് മെജീഷ്യൻ ഫ്രോസോ. ഒരു ഗ്രാൻഡ് ഗെറ്റ് ടുഗദർ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വന്നേ പറ്റൂ. കാരണം സർ മെജസ്റ്റിക്കോ പിന്നെ ജയ്സിംഗ് ഇവിടെ നേരത്തെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സാർ, പക്ഷെ ഈ ലെറ്റർ എല്ലാ മെജീഷ്യൻസിനും എങ്ങനെ കൊണ്ടുപോയി കൊടുക്കും? ഒരു പക്ഷെ എല്ലാ മജീഷ്യനും ആ ഇൻവിറ്റേഷൻ കണ്ട് ഇങ്ങോട്ട് വന്നാൽ അവര് എല്ലാവരും കുടുങ്ങിപ്പോവും. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ലൈബ്രറിയിൽ നിന്നും എടുത്ത് ഇൻഫർമേഷൻ യൂസ് ചെയ്യണം. ഫ്രോസയെ ഒറ്റ സ്ഥലത്ത് വെച്ച് മാത്രമേ തോൽപ്പിക്കാൻ കഴിയൂ. ആ സ്ഥലമാണ് ഡെസേർട്ട് ഓഫ് റെഡൻസ്. ചെന്ന് നിന്റെ ബോസിനോട് പറയാ. ആ സാറേ, നിങ്ങൾ മെജീഷ്യൻസിന്റെ പാർട്ടിക്കുള്ള ഇൻവിറ്റേഷൻ അയച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എല്ലാ മെജീഷ്യൻസും ഓൾറെഡി ഡെസേർട്ട് ഓഫ് വെറ്റ്ലാൻഡ്സിലേക്ക് പോയിരിക്കുകയാണ്. അതെയോ? അങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ എല്ലാവരെയും അവിടെ വെച്ച് തന്നെ ഫ്രീസ് ചെയ്തേക്കാം. ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇതെന്താ ഭൂകമ്പമാണോ?
രുദ്ര, നീ എന്റെ അസിസ്റ്റന്റിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് നല്ലൊരു കളിയാണ് കളിച്ചിരിക്കുന്നത്. പക്ഷെ ഫ്രോസോ മാജിക് റിയാലിറ്റിയിൽ ടെസ്റ്റ് ചെയ്യുന്നതിൽ എക്സ്പെർട്ട് ആണ്. എന്റെ കണ്ണുകൾ കുറച്ചു വർഷത്തെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ബ്രെയിൻ വളരെ ഷാർപ്പായിട്ട് വർക്ക് ആവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം നീ ഡെസർട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കാണിക്കേ, പിന്നെ നമുക്ക് കളിക്കാം. ചേടാ ഇത് പോലാത്ത പ്രശ്നമായല്ലോ. ചുവന്ന ഉറുമ്പ് കടിച്ച അതിനൊരു മരുന്നുമില്ലാന്ന് കേട്ടിട്ടുണ്ട്. എന്താ രംഗീല ഇത്? ഒരു ആൻഡ് കടിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു പക്ഷേ ഒരുപാട് ആൻറ്റ് ഒന്നിച്ച് വന്ന് അറ്റാക്ക് ചെയ്താലോ എങ്ങനെയുണ്ടാവും? ആ? നിങ്ങൾ ഭയങ്കര സ്മാർട്ട് ആണല്ലോ. ആൻസ് ഒക്കെ ഓടിപ്പോയി. പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നു ഞാൻ കാണട്ടെ. നിങ്ങൾ എല്ലാവരും ഈ പാമ്പുകൾക്ക് ഇരയാകാൻ പോകുന്നു. നിങ്ങളുടെ അവസാനത്തെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മൈ ഡിയർ രുദ്ര, ബൈ ബൈ. നിന്റെ അന്ത്യമാണ് ഞങ്ങളുടേതല്ല ഫ്രോസോ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. നീ എന്റെ മുമ്പിലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ അങ്ങോട്ടേക്ക് പോയത്? ആ? ആ? നീ മണ്ണിന്റെ അടിയിൽ നിന്നും എല്ലാവരുടെയും കാല് താഴോട്ട് വലിക്കുമ്പോ തന്നെ ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആയി കഴിഞ്ഞു. അപ്പൊ നീ കരുതി കൂട്ടിയാണ് നീ ഡെസർട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? എന്റെ മാജിക് ഇവിടെ വർക്കൗട്ട് ആവില്ലെന്ന് നിനക്കറിയാം. പക്ഷെ ഈ ഫ്രോസോ അത്ര പെട്ടെന്നൊന്നും തോറ്റ് പിന്മാറില്ല. അന്തർ മന്തർ കാളികളന്തച്ചു. രുദ്ര, അത് ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ്. ഇതേതായാലും നന്നായി. മെജീഷ്യൻ ഫ്രോസോ, നിനക്ക് നന്നാവാൻ ജീവിതം ഒരു ചാൻസ് തന്നതാണ്. നീ അതും മിസ് ചെയ്തിരിക്കുകയാണ്. ഇനി നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. മറ്റൊരു ചാൻസും തരില്ല. ഇനി നിന്നെ എന്നേക്കുമായി ഞാൻ പാതാളത്തിലേക്ക് അയക്കുകയാണ്. രുദ്ര, താങ്ക് യു വെരി മച്ച്. നീ നിന്റെ അപ്പൂപ്പിനെ മാത്രമല്ല രക്ഷിച്ചത്, ടോട്ടൽ ലോകത്തെയും നീ രക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല രുദ്ര. ഞാൻ വീണ്ടും തിരിച്ചു വരൂ.